ജോർജ് കുര്യന്റെ ഭാര്യയുടെ പ്രതികരണം. നമുക്കതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. വിളിച്ചു വളരെ സന്തോഷം. ഹാപ്പിയാണ്. അതെ അതെ. കേന്ദ്രമന്ത്രിമാരെ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോ സെഷൻ നടക്കുകയാണ് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ. 71 പേർ ചേർന്ന ഫോട്ടോ. പ്രധാന വകുപ്പുകളെല്ലാം ബി.ജെ.പിയുടെ മുൻനിര നേതാക്കൾ തന്നെ കൈവശം വയ്ക്കുന്ന കാര്യം നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ആരൊക്കെയാണ് പ്രതിരോധം ആർക്ക്, ധനം ആർക്ക്, ആഭ്യന്തര വകുപ്പ് ആർക്ക്, ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ അതിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഈ സത്യപ്രതിയുടെ ഓർഡർ കാണുമ്പോൾ അത് തോന്നുന്നില്ല. രാജ്നാഥ് സിംഗ് തന്നെ വിദേശകാര്യ മന്ത്രിയായി വന്നേക്കാം, പ്രതിരോധ മന്ത്രിയായി വന്നേക്കാം രാജ്നാഥ് സിംഗ് തന്നെ, ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടർന്നുള്ള സാധ്യതയും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമനായി രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചൊല്ലി, മൂന്നാമനായി അമിത്ഷാ സത്യപ്രതിജ്ഞ ചൊല്ലി, നാലാമനായി നിതിൻ ഗഡ്കരി സത്യപ്രതിജ്ഞ ചൊല്ലി, പിന്നാലെ നിർമ്മല സീതാരാമൻ സത്യവാചകം ചൊല്ലി. 16 അംഗങ്ങളുള്ള TDPക്ക് ഒരു ക്യാബിനറ്റ് പദവിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ JDUവിനും ഒറ്റ ക്യാബിനറ്റ് പദവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ മന്ത്രിസഭ പുനഃസംഘടന അടുത്തിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും 70 പേർ എന്നത് വലിയൊരു സംഖ്യയാണ്. 71 ക്യാബിനറ്റ് എക്സ്പാൻഷനും സാധ്യത കുറവാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പരിഗണിക്കണം എങ്കിൽ മാത്രമായിരിക്കും ഒരു പരിഗണന ഉണ്ടാവുക. ഏതായാലും ചർച്ചകൾ വളരെ ഫലപ്രദവും വിജയമായിരുന്നു. ബി.ജെ.പിയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ സഖ്യകക്ഷികൾക്ക് അവരുടെ ബാർഗൈനിങ്ങിൽ അധികം പ്രാമുഖ്യം കൊടുത്ത് കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ക്യാബിനറ്റ് വകുപ്പുകൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. വകുപ്പുകൾ ഏതൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ള വകുപ്പുകൾ കൊടുക്കും എന്നുള്ളത് ഇനി അറിയാനുണ്ട്. വിദേശ രാജ്യത്ത് നിന്നുള്ള തലവന്മാർ വന്നവർ പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായിട്ടും വൈസ് പ്രസിഡന്റുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിന്റെ മറുഭാഗത്ത് കാണുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിന് 2 പേരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. 2 പേർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസമായി ഇത് മാറുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഒപ്പം ദീർഘകാലമായി ബി.ജെ.പി പ്രവർത്തനങ്ങളിൽ നേതൃപരമായ ചുമതലകൾ പല ഘട്ടങ്ങളിലും വഹിച്ച് മുന്നോട്ട് പോകുന്ന ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഇനി അവർക്ക് ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിലാണ് തീരുമാനം വരേണ്ടത്. പ്രധാനപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്ന് രാത്രി തന്നെ പുറത്തിറങ്ങും. രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. വിദേശ രാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒപ്പം സംസാരിക്കുന്നതിൻ്റെയും ഫോട്ടോ സെഷൻ്റെയും ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നമുക്ക് കാണാം. അതേസമയം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ ആഘോഷമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൻ്റെ അക്കൗണ്ടിൽ നൽകാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല കേരളത്തിൽ താമര ചിഹ്നത്തിൽ ഒരാളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഇനി ഇവർക്ക് ലഭിക്കുന്ന വകുപ്പുകൾ, സഹമന്ത്രിമാർ എന്ന നിലയിൽ ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. നെഹ്റുവിന് ശേഷം രാജ്യത്തിന്റെ മൂന്നാം വട്ടവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഒപ്പം 70 മന്ത്രിമാരും 71 മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ അവസാനിച്ചിരിക്കുന്നു. ഫോട്ടോ സെഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളും അവസാനിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ഫോട്ടോ സെഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും 71 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായിട്ടാണ് ഇരുവരും ഇത്തവണ പാർലമെന്റിൽ ഉറപ്പിക്കുന്നത്. ഇതാദ്യമായി തൃശ്ശൂരിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ സുരേഷ് ഗോപിയും കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയത്. ഏതായാലും വലിയ മോഡിയോടുകൂടി തന്നെ നരേന്ദ്രമോദിയുടെ 3ാം ഊഴം